സ്വസ്ഥമായി, വളരെ പോസിറ്റീവായി. അതിൽ വലിയൊരു മാറ്റം ഉണ്ടായി. അതുവരെ ജീവിതത്തിൽ ഉണ്ടാവാത്ത ഒരു വലിയ മാറ്റം ആ പെട്ടെന്ന് പറഞ്ഞ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ പറ്റും. നമസ്കാരം. ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് ഹീലറും അതോടൊപ്പം തന്നെ ട്രെയിനറുമായ ശ്രീകുമാർ സാറാണ്. വെൽക്കം സർ. നമസ്കാരം സർ. ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, വാട്ട് ഈസ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം? ഓക്കെ, നമ്മൾ ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ് എന്നും, അതുപോലെ തന്നെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്നും. നമ്മുടെയൊക്കെ ബോധ മനസ്സ് നമ്മുടെ ആകെ മനസ്സിൻ്റെ 10% മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ ബാക്കി 90% ഭൂരിഭാഗവും ഉപബോധ മനസ്സാണ്. ഈ ഹിപ്നോസിസ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ ഉപബോധ മനസ്സിൽ വരുത്തിക്കൊണ്ട് നമ്മിൽ ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. പക്ഷേ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മൊഡാലിറ്റിയാണ്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിലെ രഹസ്യങ്ങൾ ചോർത്താൻ ഉപയോഗിക്കുന്ന ടൂളെന്നാണ്. ഞാൻ തന്നെ പലരോടും എനിക്ക് ഹിപ്നോസിസ് അറിയാം, നിങ്ങൾ റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങളെ റിലാക്സ് ചെയ്യിക്കുന്നതിന് വേണ്ടി ഞാൻ ഒന്ന് ഹിപ്നോസിസ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ പലരും സമ്മതിക്കാറില്ല. കാരണം അവരുടെ തെറ്റിദ്ധാരണ ഇത് മനസ്സിലെ രഹസ്യം ചോർത്തുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂളുകളിൽ ഒന്നാണ് ഹിപ്നോസിസ് അഥവാ ഹിപ്നോട്ടിസം. സർ, ഈ രംഗത്തേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ് സർ? ഓക്കെ, പറയാം. അതായത് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ, പിന്നെ ഈ കൗമാരത്തിൻ്റെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു, ഈ പത്രത്തിലൊക്കെ അന്ന് ദിനപത്രത്തിൽ പരസ്യം വരുമായിരുന്നു, നിങ്ങൾക്കും ഹിപ്നോട്ടിസം പഠിക്കാം, ആകർഷകമായ വ്യക്തിത്വം നേടാമെന്നൊക്കെ. അങ്ങനെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും ചേർന്ന് ഒരു തപാലിൽ ഹിപ്നോട്ടിസം പഠിക്കുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്തു. അങ്ങനെ തപാലിൽ ഒരു കുറേ നോട്ട്സൊക്കെ നമുക്ക് വന്നു. ഞാൻ ഈ നോട്ട്സൊക്കെ വായിച്ചിട്ട് അതിൽ പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇരുട്ട് മുറിയിൽ അരണ്ട വെളിച്ചത്തിൽ ഒരു ചിത്രത്തിൻ്റെ മുന്നിൽ നമ്മളിരിക്കുക, കുറച്ച് ശ്വാസോച്ഛ്വാസം ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനിത് 2-3 ആഴ്ച ഇതൊന്ന് ചെയ്തു നോക്കി. പക്ഷേ ഒരു വ്യത്യാസവും എനിക്കുണ്ടായില്ല. കൺഫ്യൂഷൻസ് ഏറി വരികയും ചെയ്തു. അങ്ങനെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു അവിടെ വെച്ച്. പിന്നെ ഒരു 17 വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് OCD അഥവാ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മാനസിക അസ്വസ്ഥത ഉണ്ടായി. ഈ ഒരു അസ്വസ്ഥത എന്നെ വളരെയേറെ ബുദ്ധിമുട്ടിച്ചു. പക്ഷേ ക്ലിനിക്കലി ഒന്നും ഈ ഒരു അവസ്ഥയാണെന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടില്ലായിരുന്നു. ഒരു 21 വയസ്സൊക്കെ ആയപ്പോൾ ഒരു ഡോക്ടറിനെ സമീപിച്ചു. അദ്ദേഹം ക്ലിനിക്കലി കണ്ടെത്തി അത് OCD ആണ്, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആണെന്ന് കണ്ടെത്തി. അദ്ദേഹം ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുകയും ഞാൻ മരുന്ന് അദ്ദേഹം പറഞ്ഞ പ്രകാരം കഴിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതിൽ വലിയ വ്യത്യാസം വന്നു. 1 വർഷമാണ് ഞാൻ ആ മരുന്ന് കഴിച്ചത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം. പക്ഷെ തുടർന്ന് എനിക്കൊരു ആശങ്കയുണ്ടായി, ഈ മരുന്ന് ഇങ്ങനെ അലോപ്പതി മെഡിസിൻ ഇങ്ങനെ നിരന്തരം കഴിക്കാമോ എന്ന്. അങ്ങനെ ഞാൻ ആ മരുന്ന് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഒരു 10 വർഷത്തേക്ക് വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. ഇതെല്ലാം മാനേജ് ചെയ്ത് പോകാൻ എനിക്ക് കഴിഞ്ഞു. കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് പോകാൻ എനിക്ക് കഴിഞ്ഞു. ഇതിനിടയിലായിരുന്നു എനിക്ക് ജോലി കിട്ടിയത്. ജോലി കിട്ടിയപ്പോൾ എനിക്ക് ഓഫീസിൽ ജോലി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. കുറച്ച് മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ടായി. അങ്ങനെ ജോലി സ്ഥലത്തൊരു 3 മാസം ലീവ് എടുത്തായിരുന്നു. ലീവ് എടുത്തുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, ശ്രീജിത്ത് എന്ന് പറയും, അദ്ദേഹവും ഞാനും ചേർന്ന് ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തു. ഇതിനൊരു ഉപായമുണ്ട്, എന്തെങ്കിലും ഉപായം ഇതിനെ മറികടക്കാനുണ്ടോ എന്ന്. അങ്ങനെ നമ്മൾ ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിനെ പറ്റി അറിഞ്ഞു. ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി ഹിപ്നോതെറാപ്പി സെഷൻസ് ഒരു 6 സെഷനോളം എടുത്തു. അതിൽ വലിയൊരു മാറ്റം ഉണ്ടായി. അതുവരെ ജീവിതത്തിൽ ഉണ്ടാവാത്ത ഒരു വലിയ മാറ്റം ആ സെഷനുകളിലൂടെ കിട്ടി. മനസ്സ് സ്വസ്ഥമായി, വളരെ പോസിറ്റീവായി മനസ്സ്. അപ്പോൾ ഇതിനെ തുടർന്ന് ഈ ഒരു മേഖല എനിക്ക് വളരെ ആകർഷകമായി തോന്നി, ഹിപ്നോട്ടിസം അല്ലെങ്കിൽ ഹിപ്നോസിസ്. അങ്ങനെ ഞാൻ പഠിക്കാൻ ശ്രമിക്കുകയും അന്ന് കേരളത്തിലുണ്ടായിരുന്ന 7-8 ട്രെയിനർമാരിൽ നിന്നും ഈ വിദ്യ അഭ്യസിക്കുകയും ചെയ്തു. ഹിപ്നോസിസ് കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴൊക്കെ പലരും എന്നോട് ചോദിക്കാൻ തുടങ്ങി, ഇത് പഠിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ ഞാൻ ഈ വിദ്യ, അതായത് ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ട്രെയിനിങ് എടുക്കുവാനും തുടങ്ങി. സർ, എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു സംശയം കൂടെയാണ്. ഈ ഹിപ്നോട്ടിസം ചെയ്ത് മരിച്ചവരെ
ഷോസിൽ നേരെ കൊണ്ടുവരിക അല്ലെങ്കിൽ നേരിട്ട് കാണിക്കുക, അതിലൂടെ ഒരു ഷോ ആയിട്ട് തന്നെ കാണിക്കുക, ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണോ ശരിക്കും? തീർച്ചയായിട്ടും ഹിപ്നോസിസിൽ സാധ്യമാണ് അതൊക്കെ. നല്ല രീതിയിൽ ഹിപ്നോട്ടിക് സജഷൻസ് പെട്ടെന്ന് പറഞ്ഞ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ പറ്റും. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ മരിച്ചവരെ കാണിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അതിനെപ്പറ്റി ഞാൻ പറയാം. അതായത് ചിലരുടെ മരണം പെട്ടെന്നായിരിക്കും, വളരെ പെട്ടെന്നായിരിക്കും, അപ്രതീക്ഷിതമായിരിക്കും. പക്ഷേ അവരുടെ ബന്ധുക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ എന്തെങ്കിലുമൊക്കെ അവരോട് സംസാരിക്കാൻ ഉണ്ടായിരുന്നു കാണും. പക്ഷേ അതിന് മുമ്പ് തന്നെ അവർ മരിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള സമയങ്ങളിൽ അവർക്കൊരു മുറിവായിട്ട് കിടക്കും വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ എക്സ്പെർട്ടായിട്ടുള്ള ഹിപ്നോട്ടിസ്റ്റിന് ഇല്യൂഷൻ വഴി, അതായത് മിഥ്യയാണ്, മരിച്ചവരെ കൊണ്ടുവന്ന് കാണിക്കുന്ന രീതിയിൽ ഈ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആളിന് കാണിച്ചു കൊടുക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ അവിടെ മരിച്ചയാൾ വരുന്നതല്ല, അതൊരു ഇല്യൂഷനാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ കോമാളിത്തരങ്ങളൊക്കെ ഹിപ്നോസിസിലൂടെ നമുക്ക് മറ്റൊരാളിനെ വിട്ട് ചെയ്യിക്കാൻ കഴിയും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാഹചര്യം ഒഴികെ അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാനങ്ങനെ ചെയ്യാറില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ സാഹചര്യത്തിൽ അത് വളരെ പ്രയോജനകരമാണ്. ഈ ആവശ്യപ്പെടുന്ന ആളിനെ സംബന്ധിച്ച്, ഇങ്ങനെ കാണണമെന്ന് ആവശ്യപ്പെടുന്ന ആളിനെ സംബന്ധിച്ച് അത് വളരെ പ്രയോജനകരവും സഹായകരവുമാണ്. സർ, എന്താണ് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ശരിക്കും? ഓക്കെ, ഈ ഹിപ്നോസിസിൽ ഹൈലി സസെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു 10-20% ആൾക്കാരേ ഉള്ളൂ. ഓക്കെ, അതായത് സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളിന് ഹിപ്നോട്ടിക് പ്രക്രിയയ്ക്ക് വിധേയനാകാനുള്ള കഴിവിനെയാണ് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അതിനെ ഹിപ്നോട്ടൈസബിലിറ്റി എന്നും പറയും. ഹൈലി സസെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. സ്റ്റേജ് ഷോസിലൊക്കെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അത്തരം ആൾക്കാർ ക്ലൈൻ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീപ്പ് ഹിപ്നോസിസിൽ അവരെ കൊണ്ടുപോയിട്ട് അവരുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ സാധിക്കും. ഈ സസെപ്റ്റബിലിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. അതായത് ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസ്റ്റ് ഒരാളിനെ ഇടവേളകളെടുത്ത് തുടർച്ചയായിട്ട് ഒരു 5-6 സെഷനൊക്കെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഒരാളിൻ്റെ സസെപ്റ്റബിലിറ്റി വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. സർ, എന്താണ് ഈ ഹിപ്നോസിസിൽ തന്നെ ഏജ് റിഗ്രഷൻ എന്ന് പറയുന്നത്? ഹിപ്നോസിസിലെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രൊസീജിയറാണ് ഏജ് റിഗ്രഷൻ. നമ്മൾ ഈ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന കാലം മുതൽ നമുക്കൊരു 10 വയസ്സൊക്കെ ആകുന്നത് വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മുടെ സ്വഭാവത്തിൻ്റെ ആകെ ബ്ലൂ പ്രിൻ്റ് രൂപപ്പെടുന്നത്. ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന ക്ലയൻറ്റിനെ അദ്ദേഹം ഹിപ്നോട്ടിക് നിദ്രയ്ക്ക് വിധേയനാക്കും. ഓക്കെ, പലരും വരുന്നത് മാനസികമോ ശാരീരികമോ വൈകാരികമോ ആയ എന്തെങ്കിലും വിഷമതകൾ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ സാധാരണ ഹിപ്നോട്ടിക് നിദ്രയ്ക്ക് വിധേയനാക്കിയാലും ചിലരിൽ വലിയ മാറ്റങ്ങൾ വരാറില്ല. അങ്ങനെയുള്ള സമയത്ത് ക്ലയൻറ്റ് നല്ല ഹൈലി സസെപ്റ്റബിൾ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിനെ കുറഞ്ഞ വയസ്സുകളിലേക്ക്, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും കുറഞ്ഞ വയസ്സിലേക്ക് ഹിപ്നോതെറാപ്പിസ്റ്റിനെ കൂട്ടിക്കൊണ്ടുപോകാനും അവിടെ ഉണ്ടായിട്ടുള്ള മുറിവുകൾ ഉണക്കാനും ഹിപ്നോതെറാപ്പിസ്റ്റിന് സാധിക്കും. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബ്ലൂ പ്രിൻ്റ് രൂപപ്പെട്ട ആ കാലഘട്ടത്തിലേക്കുമൊക്കെ കൊണ്ടുപോയി അവിടെയുള്ള മുറിവുകൾ ഉണക്കി ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ ഒരു തെറാപ്പിസ്റ്റിന് കഴിയും. ഈ പ്രോസസ്സിനെയാണ് ഹിപ്നോതെറാപ്പിയിൽ ഏജ് റിഗ്രഷൻ എന്ന് പറയുന്നത്. സർ, എന്താണ് ഈ ഹെട്രോ ഹിപ്നോസിസ് അല്ലെങ്കിൽ സെൽഫ് ഹിപ്നോസിസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ? ഓക്കെ, ഈ ഹെട്രോ ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ഹിപ്നോസിസ് ചെയ്യുന്നതിനെയാണ് ഹെട്രോ ഹിപ്നോസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ താങ്കളെ ഹിപ്നോസിസ് ഇവിടെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഹെട്രോ ഹിപ്നോസിസ് എന്ന് വിളിക്കാം. ഇനി സ്വയം തന്നെ നമുക്ക് ഹിപ്നോട്ടിക് നിദ്രയിലോട്ട് പോകാൻ സാധിക്കും പ്രാക്ടീസ് മൂലം. അതിനെയാണ് സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. സെൽഫ് ഹിപ്നോസിസ് നമ്മൾ ശരിയാം വിധം പഠിച്ച് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഇൻഫിനിറ്റ് ഹ്യൂമൻ എന്നുള്ള നിലയിലോട്ട്, പരിമിതികൾ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ എന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയും. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. സർ, ഇപ്പോൾ പരീക്ഷാക്കാലമാണല്ലോ. ഇപ്പോൾ ഈ പരീക്ഷ എഴുതുമ്പോഴുള്ള പേടി, അതിനുള്ള സമയത്തുള്ളൊരു ടെൻഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഹിപ്നോസിസ് വഴി മാറ്റാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, മിക്കവാറും ഒക്കെ കുട്ടിക്കാലം ഈ കുട്ടികളിലും കൗമാരക്കാരിലുമൊക്കെ
അവർ വളരെ ഹൈലി സസെപ്റ്റബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ പെട്ടെന്ന് ഹിപ്നോസിസിന് വിധേയരാക്കാനും അതുപോലെ തന്നെ അവരിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിയും. ഈ കുട്ടികളുടെ പരീക്ഷാ കാലത്തുള്ള പേടി, ആങ്സൈറ്റി ഇവയൊക്കെ ഹിപ്നോസിസിൽ ഗുണകരമായി പരിഹരിക്കാൻ കഴിയും. ഇതിൽ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വന്ന ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒരു 3 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരിക്കൽ എന്നെ വിളിച്ചു. എൻ്റെ അടുത്ത സുഹൃത്താണ്. എന്നിട്ട് അയാളുടെ മകള് SSLCക്ക് പരീക്ഷ എഴുതാൻ പോവുകയാണെന്ന് പറഞ്ഞു. ആ കുട്ടി മോഡൽ പരീക്ഷയ്ക്കൊക്കെ ചെല്ലുമ്പോൾ ഒരു ഛർദിലും അതുപോലെ തന്നെ ഒരു തളർച്ചയും അനുഭവപ്പെടുന്നു. അപ്പോൾ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. പരീക്ഷാ ഹാളിൽ നിന്ന് നേരെ ആശുപത്രിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് കണ്ടെത്തിയത് ഒരു അസുഖവും ശാരീരികമായി ഇല്ല എന്നാണ്. അപ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം മാനസിക തലത്തിലായിരുന്നു. എന്നിട്ട് ഒരു സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു നമുക്കൊരു സെഷൻ എടുത്തതിന് ശേഷം ഒരു സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എന്തായാലും അവരുടെ വീട്ടിൽ പോയി ആ കുട്ടിയുടെ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ ആ കുട്ടിയെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഗുണകരമായ സജഷൻസ് നൽകി. ആ ഒരൊറ്റ സെഷനിൽ തന്നെ ആ കുട്ടിയുടെ പ്രശ്നങ്ങളെല്ലാം മാറി. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ തന്നെ ഈ SSLC പരീക്ഷ എഴുതുന്ന 4-5 കുട്ടികൾ ആ സമയത്ത് തന്നെ ഹിപ്നോസിസിന് ഇതുപോലെ തന്നെ പരീക്ഷ പേടിക്കും പറ്റി ഹിപ്നോസിസിന് വിധേയരാക്കി. അവർക്കെല്ലാം വലിയ മാറ്റം ഉണ്ടാവുകയും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നേടി വിജയിക്കാനും സാധിച്ചു. ഇപ്പോൾ പഠിക്കേണ്ടത് നമ്മൾ പഠിക്കണം. വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിജയിപ്പിച്ചു എന്നല്ല, അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പരീക്ഷ പേടിയും ആങ്സൈറ്റിയും ഒക്കെ നമുക്ക് മാറ്റാൻ സാധിച്ചു. അതാണ് സർ, ഈ ഹിപ്നോട്ടിസത്തിലൂടെ പൂർവ്വജന്മത്തെക്കുറിച്ച് അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അത് സത്യമാണോ? ഹിപ്നോസിസിൽ ജന്മത്തെ പറ്റിയൊക്കെ അറിയുന്ന ഒരു പ്രൊസീജിയറിൻ്റെ പേരാണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ. ഓക്കെ, ഇത് ഇന്ന് ജനകീയമാക്കിയ ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ബ്രയാൻ എൽ വീസ് എന്നാണ്. അദ്ദേഹം അമേരിക്കയിലെ പ്രശസ്തനായ സൈക്യാട്രിസ്റ്റാണ്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. മലയാളം പരിഭാഷയുണ്ട്, നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില ആൾക്കാരുടെ പ്രശ്നങ്ങൾ സാധാരണ ഒരു ഹിപ്നോട്ടിക് സെഷനിലൂടെ പരിഹരിക്കാൻ കഴിയില്ല. ആ ക്ലയൻസ് ഹൈലി സസെപ്റ്റബിൾ ആണെങ്കിൽ അവരെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്കും അതിന് പുറകിലോട്ടുമൊക്കെ അവരുടെ ഉപബോധ മനസ്സിനെ സഞ്ചരിപ്പിച്ച് കൊണ്ടുപോകാനും അവരുടെ അപ്പോഴത്തെ മുറിവുകൾ ഉണക്കാനും ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിന് കഴിയും. പക്ഷേ ഒരു കാര്യമുണ്ട്, അതായത് ഈ ക്ലയൻസ് അഗാധമായ ഹിപ്നോട്ടിക് നിദ്രയിൽ പറയുന്ന പൂർവ്വജന്മത്തിൻ്റെ അവസ്ഥയൊന്നും ഒരുപക്ഷെ ശരിയായി കൊള്ളണമെന്നില്ല. അതൊക്കെ ഒരുപക്ഷെ അവരുടെ ഉപബോധ മനസ്സിലെ സങ്കല്പങ്ങളാവാം. പക്ഷേ ഉപബോധ മനസ്സിലെ അത്തരം സങ്കല്പങ്ങൾ മാറ്റുമ്പോൾ തന്നെ, സങ്കല്പങ്ങളിൽ ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ക്ലയൻറ്റിന് ഇന്നത്തെ ജീവിതത്തിൽ പല ഗുണകരമായ മാറ്റങ്ങളും അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ ഹിപ്നോതെറാപ്പിയിലെ വളരെ ഉപയോഗപ്രദമായ ഒരു ചികിത്സാ രീതിയാണ്. ഓക്കെ സർ, ഈ ഹിപ്നോട്ടിസമായി ബന്ധമുള്ള ഒരു ശാഖയാണ് മെസ്മറിസം എന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം. ഈ മെസ്മറിസം എന്ന് പറയുന്ന ഈ ഹീലിംഗ് മൊഡാലിറ്റി രൂപപ്പെടുത്തിയത് ഓസ്ട്രിയക്കാരനായ ഫ്രാൻസ് ആൻഡൺ മെസ്മർ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം അവിടെ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ജീവശരീരത്തിലൂടെ ഒരു കാന്തിക ശക്തി ഒഴുകുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കാന്തിക ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റൊരാളിനെ ഹീല് ചെയ്യാമെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹം ഒത്തിരി പേരെ ഹീല് ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളുള്ള റിസർച്ചാണ് പിന്നെ മോഡേൺ ഹിപ്നോസിസിൻ്റെ ഉദയത്തിന് കാരണമായത്. ഞാൻ ഹിപ്നോസിസ് പഠിച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ 7-8 ട്രെയിനർമാരിൽ നിന്നും ഞാൻ ഹിപ്നോസിസ് അഭ്യസിച്ചിരുന്നു, ഞാൻ പറഞ്ഞു. പക്ഷേ പലരും മെസ്മറിസത്തിനെ അംഗീകരിച്ചിരുന്നില്ല. അവർ പറഞ്ഞത് ഇതൊരു മിഥ്യയാണെന്നാണ്, ഇത് യഥാർത്ഥത്തിലുള്ള കാര്യമല്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ എൻ്റെ അന്വേഷണം തുടർന്നു. ഞാൻ ആ സമയത്തൊക്കെയാണ് പ്രാണിക് ഹീലിംഗ് എന്ന ഒരു ഹീലിംഗ് മൊഡാലിറ്റി പഠിച്ചത്. അതിൽ എനർജി ഉപയോഗിച്ചാണ് മറ്റുള്ളവരെ ഹീല് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി, എനർജി ഉപയോഗിച്ച് മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ സാധിക്കുമെന്ന്. അങ്ങനെ ഞാനൊരു ട്രെയിനിങ്ങിൽ യാദൃച്ഛികമായിട്ട് ഒരാളിനെ പരിചയപ്പെടുന്നു. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഷിജു അരിക്കാത്ത് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം അവിടെ വച്ച് ഒന്നും സംസാരിക്കാതെ, ഒരു സജഷനും എനിക്ക് നൽകാതെ എന്നെ മെസ്മറിസത്തിന് വിധേയനാക്കി. ഓക്കെ, അതോടുകൂടി എനിക്ക് നല്ല വിശ്വാസമായി. ഞാൻ നല്ല ഡീപ്പ് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലോട്ട് പോയി.
ആ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്നും ഞാൻ ട്രഡീഷണൽ മെസ്മറിസം അഭ്യസിച്ചു. പിന്നെയും എൻ്റെ അന്വേഷണം തുടർന്നു. അങ്ങനെ ഈ മേഖലയിൽ തന്നെയുള്ള ജാപ്പനീസ് മാഗ്നറ്റിസം എന്നൊരു പുതിയ ഹീലിംഗ് മൊഡാലിറ്റി ഞാൻ പഠിച്ചു. ഇതിന് മെസ്മറിസമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് ഈ ജാപ്പനീസ് മാഗ്നറ്റിസത്തിൽ. സർ ഇപ്പോൾ പറഞ്ഞല്ലോ ജാപ്പനീസ് മാഗ്നറ്റിസത്തിനെ പറ്റി, അതിനെക്കുറിച്ച് കൂടുതൽ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം. അതായത് ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടെന്ന് അറിയാമല്ലോ താങ്കൾക്ക്. അവിടുത്തെ ഒരു സ്ഥലമാണ് ജാവ. ഈ ജാവയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഹീലിംഗ് മൊഡാലിറ്റിയാണ് ജാപ്പനീസ് മാഗ്നറ്റിസം. ഇതിന് ഹിപ്നോട്ടിസമായിട്ടും മെസ്മറിസമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. ഈ മൊഡാലിറ്റി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചം ആകെ എനർജീസ്, ഊർജ്ജങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിൽ കുറേ ശക്തിമത്തായ ഹീലിംഗ് എനർജീസിനെ നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നു, വിളിച്ചിട്ട് മറ്റൊരാളിനെ ഹീല് ചെയ്യാനും നമുക്ക് സ്വയം ഹീല് ചെയ്യാനും ഈ എനർജീസിനെ ഉപയോഗിക്കുന്നു. ഇതാണ് ജാപ്പനീസ് മാഗ്നറ്റിസത്തിൽ ചെയ്യുന്നത്. ഈ ജാപ്പനീസ് മാഗ്നറ്റിസം ഇന്ത്യയിലും ഏഷ്യയിലും ഒക്കെ പ്രചരിപ്പിച്ച ഒരാൾ മാജിസ് ഡൂഡി എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഇന്തോനേഷ്യക്കാരനാണ്. പക്ഷേ ഈ ജാപ്പനീസ് മാഗ്നറ്റിസത്തിനെ ഇന്ത്യയിൽ പ്രചരിപ്പിച്ച ഇന്ത്യക്കാരനെന്ന് പറയുന്നത് ആകാശ് പട്ടേൽ എന്ന് പറയുന്ന ഒരാളാണ്. ഞാൻ ജാപ്പനീസ് മാഗ്നറ്റിസം പഠിക്കുന്നത് കേരളത്തിൽ തന്നെയുള്ള 2 പേരുടെ പക്കൽ നിന്നാണ്. അവർ ശ്രീ ലിജോ തെക്കേടത്ത് എന്ന് പറയുന്ന ഒരാളും അതുപോലെ തന്നെ പ്രഫുൽ ജോ എന്ന് പറയുന്ന ഒരാളുമാണ്. ഇവരിൽ നിന്നും ഈ വിദ്യ പഠിച്ചതിന് ശേഷം എനിക്ക് ഇന്ത്യയിൽ ഇത് പ്രചരിപ്പിച്ച ഇന്ത്യക്കാരനായ ശ്രീ ആകാശ് പട്ടേലിൻ്റെ പക്കൽ നിന്നും ഇത് പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എറണാകുളത്ത് വന്ന് ക്ലാസ് എടുത്തു. അതിൻ്റെ സെക്കൻഡ് ലെവൽ, മാസ്റ്റേഴ്സ് ലെവൽ ഞാൻ അദ്ദേഹത്തിൽ നിന്നും പഠിച്ചു, ആകാശ് പട്ടേലിൻ്റെ പക്കൽ നിന്നും. ഈ ജാപ്പനീസ് മാഗ്നറ്റിസത്തിൽ സാധാരണയായിട്ട് 3 ലെവലാണ് വരുന്നത്. ഒന്ന് പ്രാക്ടീഷണർ ലെവൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്വയം ഹീൽ ചെയ്യാനും അടുത്തിരിക്കുന്ന ഒരാളിനെ ഹീല് ചെയ്യാനും പഠിക്കും, ചില എനർജീസിനെ ഇൻവോക്ക് ചെയ്തുകൊണ്ട്. അടുത്തതിൻ്റെ മാസ്റ്റേഴ്സ് ലെവലിൽ ശക്തിമത്തായ കുറച്ച് ഊർജ്ജങ്ങളെ കൂടി നമ്മൾ പഠിക്കുന്നു, അവയെ ഇൻവോക്ക് ചെയ്യേണ്ട വിധം പഠിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രാക്ടീഷണർ ലെവൽ പഠിപ്പിക്കുന്നതിനുള്ള യോഗ്യത നേടുന്നു. അതായത് ഒരു മാസ്റ്റേഴ്സ് ലെവൽ കഴിഞ്ഞ ഒരാളിനെ പ്രാക്ടീഷണർ ലെവൽ മറ്റൊരാളിനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ. അടുത്ത തേർഡ് ലെവൽ എന്ന് പറയുന്നത് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലെവലാണ്. ഈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലെവലിൽ പ്രാക്ടീഷണർ ലെവൽ, മാസ്റ്റേഴ്സ് ലെവൽ, ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലെവൽ എന്നിവയൊക്കെ പഠിപ്പിക്കുവാനുള്ള യോഗ്യത നേടുകയാണ്. ഓക്കെ. അതോടൊപ്പം തന്നെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലെവലിൽ വളരെ ശക്തിമത്തായ കുറേ ഊർജ്ജങ്ങളെയും പഠിക്കുന്നു, അവയെ ഇൻവോക്ക് ചെയ്യാനും പഠിക്കുന്നുണ്ട്. നമുക്ക് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, പ്ലാറ്റ്ഫോം ഓഫ് പോസിറ്റീവ്നെസ് എന്നാണ് ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ പേര്. ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റി വിവിധ സബ് കോൺഷ്യസ് മൊഡാലിറ്റികളുടെ ക്ലാസ്സുകൾ നടത്തി വരാറുണ്ട്, ഓർഗനൈസ് ചെയ്യാറുണ്ട്, അല്ലാതെ തന്നെ അതിലുള്ള ആൾക്കാർ നടത്താറുണ്ട്. ഓക്കെ. നമ്മൾ മറ്റുള്ള സബ് കോൺഷ്യസ് ലെവൽ ഹീലിംഗ് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഹിപ്നോസിസ്, അതോടൊപ്പം തന്നെ ജാപ്പനീസ് മാഗ്നറ്റിസം എന്നിവയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ചില ആളുകൾ ഞാൻ പറഞ്ഞതുപോലെ പറയാറുണ്ട്, ആകാശ് പട്ടേലിൻ്റെ പക്കൽ നിന്നും നമുക്ക് ഈ വിദ്യ പഠിക്കണമെന്ന്. അങ്ങനെ കുറച്ച് ആൾക്കാർ താല്പര്യമായിട്ട് വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ കേരളത്തിൽ വരുത്തി ഇവിടെ അദ്ദേഹത്തിൻ്റെയും ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്, ഈ പ്ലാറ്റ്ഫോം ഓഫ് പോസിറ്റീവ്നെസ് എന്ന് പറയുന്ന നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി. സർ, അപ്പോൾ എന്തായാലും ഇത്രയും ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ സാറിൻ്റെ റിപ്ലൈയിലൂടെ ഒരു ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റി. പേഴ്സണലായിട്ട് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ക്ലിയറായി. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.